സിറിയയിൽ ഇസ്ലാമിക തീവ്രവാദ സംഘടനയായ എച്ച്.ടി.എസ് തുറന്നുവിട്ട ആഭ്യന്തര യുദ്ധത്തിന്റെ അരക്ഷിതാവസ്ഥ മുതലെടുത്ത് ഇസ്രായേൽ ആക്രമണങ്ങൾ നടത്തുകയാണെന്ന ആരോപണങ്ങളോട് പ്രതികരിച്ച് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു. അദ്ദേഹത്തിന്റെ വാക്കുകളിലേക്ക്: സിറിയയുടെ ആഭ്യന്തര കാര്യങ്ങളിൽ ഇടപെടാൻ ഇസ്രായേൽ ഉദ്ദേശിക്കുന്നില്ല. പക്ഷേ ഇസ്രായേലിന്റെ സുരക്ഷയ്ക്ക് ആവശ്യമായത് ചെയ്യാൻ ഞങ്ങൾ ഉദ്ദേശിക്കുന്നു. അതുപോലെ സിറിയൻ സൈന്യം ശേഷിപ്പിച്ച സൈനിക സ്രോതസ്സുകൾ ജിഹാദികളുടെ കൈകളിൽ എത്താതിരിക്കാൻ വ്യോമസേനയുടെ ബോംബാക്രമണത്തിന് ഞാൻ അംഗീകാരം നൽകി. വിച്ചി ഭരണകൂടത്തിന്റെ കപ്പലുകൾ നാസികളുടെ കൈകളിൽ എത്താതിരിക്കാൻ ബ്രിട്ടീഷ് വ്യോമസേന നടത്തിയ ബോംബാക്രമണത്തിന് സമാനമാണ് ഇത്. സിറിയയിലെ പുതിയ ഭരണകൂടം ഇറാനെ സിറിയയിൽ പുനഃസ്ഥാപിക്കാൻ അനുവദിക്കുകയോ ഇറാന്റെ ആയുധങ്ങളോ ഏതെങ്കിലും തരത്തിലുള്ള ആയുധങ്ങളോ ഹിസ്ബുള്ളയ്ക്ക് കൈമാറുകയോ ഞങ്ങളെ ആക്രമിക്കുകയോ ചെയ്താൽ ഞങ്ങൾ ശക്തമായി പ്രതികരിക്കും. ഞങ്ങൾ കനത്ത വില ഈടാക്കും. മുൻ ഭരണത്തിന് സംഭവിച്ചത് ഈ ഭരണത്തിനും സംഭവിക്കുമെന്നും നെതന്യാഹു മുന്നറിയിപ്പ് നൽകി. ഇസ്രായേലിന് ഭീഷണിയാകുന്ന എല്ലാ സംവിധാനങ്ങളും നശിപ്പിക്കുകയാണ് ലക്ഷ്യമെന്ന് പ്രതിരോധ മന്ത്രി ഇസ്രായേൽ കാറ്റ്സും പ്രസ്താവനയിൽ അറിയിച്ചു. സിറിയൻ യുദ്ധക്കപ്പലുകൾ തകർക്കാനുള്ള ഓപ്പറേഷൻ വൻ വിജയമായിരുന്നുവെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു.